പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഒരുപാട് സ്നേഹമുണ്ടാവണം, ഇഷ്ടമുണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരിക്കലും നമ്മൾ പിണങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എന്നാൽ സ്വാഭാവികമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കവും വഴക്കും ഒക്കെ ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സോഷ്യൽ മീഡിയ കാലത്ത് വളരെ കൂടുതലാണ്. സംശയരോഗമൊക്കെ ഉണ്ട്. ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിന് അയാൾ ആരെയാണ് വിളിക്കുന്നത്, അയാൾ എന്താണ് ചെയ്യുന്നത്, അയാൾ ആരെയാണ് ഫോണിൽ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും വഴക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടാവും. പലരും ഇതുവരെ മിണ്ടി തുടങ്ങിയിട്ടില്ല, പലരൊക്കെ ഇപ്പോഴും വഴക്കിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പല കുടുംബത്തിലും, ആരോടും പറയണ്ട, പല കുടുംബത്തിലും പല പ്രശ്നങ്ങളുമാണ്. ഞാനൊരു 5 കാര്യം പറഞ്ഞുതരാം. എന്നാൽ ഈ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണമെന്നും ഇഷ്ടപ്പെടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈഗോയാണ്. അങ്ങോട്ട് ഞാൻ ആദ്യം മിണ്ടൂല, അവൻ ഇങ്ങോട്ട് മിണ്ടട്ടെ, മൂപ്പർ ഇങ്ങോട്ട് മിണ്ടട്ടെ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് മിണ്ടട്ടെ, ഈഗോയാണ്. അപ്പോൾ ഒരു 5 കൂട്ടം ടിപ്സുകൾ പറഞ്ഞു തരാം കുടുംബജീവിതം മനോഹരമാക്കാൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാൻ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ 5 ആത്മീയ ഒറ്റമൂലികൾ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇത് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. വളരെ എഫക്റ്റീവായ ചില ആത്മീയമായ ടിപ്സുകളാണ്. അതിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജൽജലൂത്ത് എന്ന് പറയുന്ന 2 വരി ബൈത്തുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഇന്നത്തെ ക്ലാസ് അവസാനം വരെ കാണാനും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞ് നല്ല സ്ഥലത്ത് നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് നല്ലത് ചെയ്തുകൊണ്ട് മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ അള്ളാഹു താല സ്വസ്ഥതയും സമാധാനവും തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അവൻ കല്യാണം കഴിച്ചാൽ, സ്വാലിഹായ ഒരു പുരുഷനെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ ഒരു പുരുഷൻ, അതായത് 2 പേരും നല്ല ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, മൻ നക്കഹ ബി ഇംറഅത്തിൻ ഫഖദ് അഹറസ തുലുസൈ ദീനി എന്നാണ്. ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ, മുസ്ലിമായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു മുസ്ലിമായ ഒരാൾ, എന്താണ്, അവൻ്റെ ദീനിൻ്റെ 2/3 ഭാഗം പൂർത്തിയായി എന്നാണ്. 2/3 പൂർത്തിയായി. മറ്റൊരു ഹദീസിൽ ദീനിൻ്റെ പകുതി പൂർത്തിയായി എന്നൊക്കെ കാണാം. ബാക്കി പകുതി അവൻ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കട്ടെ. അതായത് അവൻ്റെ മതത്തിൻ്റെ 2 ഭാഗം പൂർത്തിയാവുകയാണ് അവൻ കല്യാണം കഴിക്കുമ്പോൾ. ചുമ്മാ കല്യാണം കഴിക്കൽ കൊണ്ട് മാത്രമല്ല, കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കൾ, അവർക്ക് വേണ്ടി ചെലവിന് കൊടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി അവൻ ഇബാദത്തിലായി, നിസ്കാരം, മറ്റു നോമ്പുകളിലായി കഴിഞ്ഞുകൂടട്ടെ എന്നാണ്. പിന്നെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും അവരൊക്കെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ് കല്യാണം കഴിക്കുക എന്നുള്ളത്. മക്കൾ പല പ്രവാചകന്മാർക്കും ഇല്ലായിരുന്നു, അത് മറ്റൊരു വിഷയമാണ്. മക്കൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു സൗഭാഗ്യമാണ്, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. പക്ഷെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ പ്രവാചകന്മാരും ജീവിതത്തിൽ ചെയ്ത ഒരു സുന്നത്താണ്. സത്യത്തിൽ പലരും പറയാറുണ്ട്, കല്യാണം കഴിക്കുന്നതോടുകൂടി തന്നെ എന്താണ്, ഉള്ള സമാധാനം പോകും, അല്ലേ? ഈ അഭിപ്രായമല്ലേ ഭൂരിഭാഗം ആളുകൾക്കും ആ അഭിപ്രായമായിരിക്കും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, എവിടെ വേണമെങ്കിലും പോവാം, അല്ലേ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം, ആരോട് ഒന്നും പറയണ്ട. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്കാണ്, ഈ ഒരു വീടുകളിൽ തന്നെ ജോലിയും മക്കളും നോക്കലൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി ആകെ വീർപ്പ് മുട്ടുന്നൊരവസ്ഥയായിരിക്കും. പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നൊന്ന് ഫ്രീ ആയി കിട്ടിയെങ്കിൽ, എനിക്കൊന്ന് ഒറ്റക്കൊന്ന് യാത്ര ചെയ്യണം, എനിക്കൊന്ന് ഒറ്റക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം. ഇത് എപ്പോഴും പിള്ളേരുടെ കരച്ചിലും മീൻ മുറിക്കലും വാഷിംഗ് മെഷീനിൽ തുണിയിടലും ആ ഒരു ഇതാണ്, മൊത്തം ഒരു ചടപ്പാണ്, മൊത്തം ഒരു മടുപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ പണ്ടില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, നമ്മുടെ മക്കളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരാണ്, ഒരുപാട് ലോകങ്ങൾ കണ്ടവരാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമുക്കിപ്പോൾ മക്കളെ നോക്കാതിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പം അത് ഷെയർ ചെയ്ത് ചെയ്യുക, അതാണ് അതിൻ്റെ വലിയൊരു പോംവഴി എന്ന് പറയുക. എല്ലാം ഭാര്യ മാത്രമല്ല, ഭർത്താവും ആ ഒരു കാര്യത്തോട് യോജിച്ച് അവരൊന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അതേ വഴിയുള്ളൂ. പിന്നെ യാത്ര പോകാൻ ഒരു ദിവസം, ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു സമയം, ഒരു ദിവസം അങ്ങനെ യാത്ര പോവുക, കുടുംബത്തോടൊപ്പം പുറത്തേക്ക് പോവുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക,
അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കുമ്പോഴാണ് പല കുടുംബവും നല്ല റാഹത്തായിട്ട് മുന്നോട്ട് പോവുക. ഈ മലയാളത്തിൽ നമുക്ക് നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ഇഷ്ടമാണോ സ്നേഹമാണോ? എന്തുണ്ടാവണം? സ്നേഹമാണ് ആദ്യം ഉണ്ടാവേണ്ടത്, എന്നിട്ടേ ഇഷ്ടമുണ്ടാവാൻ പാടുള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ആദ്യം എന്താ വേണ്ടത്? ഇഷ്ടമല്ല, സ്നേഹമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ലൈക്ക് എന്നാണ്. ലൈക്ക്, ഇപ്പോൾ ഒരു ലൈക്ക് അടിക്കുക എന്ന് പറയില്ലേ, ഇഷ്ടപ്പെടുക. അതെന്ന് വെച്ചാൽ നമ്മളൊരു ഐസ്ക്രീം കഴിച്ചു, ഒരു ഐസ്ക്രീം ഒരു പ്രാവശ്യം കഴിച്ചു, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട്. ഒരെണ്ണം കൂടെ കഴിച്ചു, അപ്പോൾ നല്ല രുചി. പിന്നെ ഒരെണ്ണം കൂടെ കഴിച്ചു, മൂന്നാമതും അത് തന്നെ കഴിച്ചു, അപ്പം ചെറിയൊരു മടുപ്പ്. വീണ്ടും കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്? മതി, ഇനി വേണ്ട, ഇപ്പം തൽക്കാലം ഇപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ പിന്നെ മതി, അല്ലേ? മടുത്തു പോകും നമ്മൾ. അപ്പോൾ ആ ഇഷ്ടം അത് കുറഞ്ഞു വരും. എന്നാൽ വൈവാഹിക ജീവിതത്തിൽ ദമ്പതിമാർ തമ്മിൽ വേണ്ടത് എന്താണ്? കെയറാണ് വേണ്ടത്. കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം, ലവ്, സ്നേഹമാണ് വേണ്ടത്. അത് തൻ്റെ ഉമ്മക്ക് മക്കളോടുള്ള സ്നേഹം. ഇന്ന് എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. നാളെയും എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്യും, മറ്റന്നാളും ചെയ്യും. ഇന്നലെ ഞാൻ അവനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തല്ലേ, അതുകൊണ്ട് ഇന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഒരു ഉമ്മയും വിചാരിക്കൂല. എല്ലാ ഉമ്മമാരും തൻ്റെ മക്കളെ എല്ലാ സമയത്തും ചിലപ്പോൾ സ്നേഹം കൂടി വരികയുള്ളൂ, കുറയൂല. ഈ ഐസ്ക്രീം നമ്മൾ 4 പ്രാവശ്യം കഴിക്കുമ്പോൾ മടുക്കുന്നത് പോലെ പെട്ടെന്ന് മടുക്കൂല. അപ്പോൾ അതാണ് കുടുംബജീവിതത്തിൽ വേണ്ടത്. ഇഷ്ടം വേണം, പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹമാണ്. പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ, സന്തോഷം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവേണ്ടതാണ്. ഇനി ഒട്ടും പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല, ഭാര്യയുടെ സ്വഭാവം ഭർത്താവിന് പിടിക്കുന്നില്ല, ഭർത്താവിൻ്റെ സ്വഭാവം ഭാര്യയ്ക്ക് പിടിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇസ്ലാം അതിൻ്റെ ഒരു ഉപാധി പറഞ്ഞു തരുന്നു. എന്താണ്? നിങ്ങൾക്ക് ഒഴിവാക്കാം, അല്ലേ? നിങ്ങൾ കാരണം വ്യത്യസ്തമായ സ്വഭാവമുള്ളവരാണ്, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. തീയും വെള്ളവും ഒന്നിച്ചു പോകുന്നത് പോലെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ പോകുന്നത്. അപ്പോൾ അത് യോജിച്ച് തട്ടലും മുട്ടലും ഇല്ലാതെ പോകണം. ഇനി അതൊന്നും പറ്റുന്നില്ല, മനുഷ്യനാണല്ലോ, പല സാഹചര്യം പറ്റുന്നില്ല എങ്കിൽ അവർ വേർപിരിയാനുള്ള ആ ഒരു സാഹചര്യവും അള്ളാഹു താല ഒരുക്കി തന്നിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ സമാധാനവും സ്വസ്ഥതയൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഇഷ്ടമാണ്. പക്ഷേ എന്നാലും അവരുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, വഴക്കുകളാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തെങ്കിലും കണ്ണേറാണോ സിഹറാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇനി ഞാനൊരു 2-3 ദിക്റുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ, ഈ കുടുംബപരമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്തു നോക്കിയാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ഫലം കിട്ടും. ഇത് ഒരുപാട് കുടുംബങ്ങളിൽ ദമ്പതിമാർ ചെയ്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടായ ചില കാര്യങ്ങളാണ്. മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. അതിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ദേഷ്യപ്പെടുന്നു, സ്നേഹമില്ല, അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് വഴക്കിടുന്നു, എപ്പോഴും കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭർത്താവിൻ്റെ മോശം സ്വഭാവം, ഭാര്യയുടെ മോശം സ്വഭാവം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കുടുംബത്തിൽ പോകുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം എടുത്തിട്ട് 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതണം. തുടർച്ചയായി 7 ദിവസം ചെയ്യണം. തുടർച്ചയായിട്ട് 7 ദിവസം ഓരോ ദിവസവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മൾ മന്ത്രിക്കുക. ഓരോ ഫാത്തിഹ ഓതിയിട്ടും ഇഷ്ഫി, അങ്ങനെ 11 ഫാത്തിഹ ഓതുമ്പോഴും 11 പ്രാവശ്യം ഇഷ്ഫി എന്ന് പറഞ്ഞ്, അതായത് ഓരോ പ്രാവശ്യം ഫാത്തിഹ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. പിന്നെ രണ്ടാമത്തെ ഫാത്തിഹ ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. അങ്ങനെ 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ എത്ര പ്രാവശ്യം മന്ത്രിച്ചു? 11 പ്രാവശ്യം മന്ത്രിച്ചു ഒരു ദിവസം. അത് സുബഹി നമസ്കാരത്തിന് ശേഷമായാൽ നല്ലതാണ്, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമായാലും കുഴപ്പമില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പകൽ തന്നെ നമുക്ക് ഈ വെള്ളം നമ്മുടെ ഭർത്താവിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ചായയാക്കിയോ വെള്ളമാക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇത് ഫാത്തിഹ ഓതുന്ന സമയത്ത് നല്ല അക്ഷരശുദ്ധിയോടുകൂടി ഓതണം. അതുപോലെ പോസിറ്റീവ് മൈൻഡായിട്ട് ഓതണം. ചിലപ്പോൾ കിട്ടിയേക്കും, അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ടാകും എന്ന ആ ഒരു നല്ല നിലയിൽ ഓതുക, നല്ല ഇഖ്ലാസോടുകൂടി ഓതുക. അതുപോലെ തന്നെ തെറ്റുകൾ കൂടാതെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അത് ഓതിയിട്ട് ആ വെള്ളം ചായയാക്കിയിട്ടോ
അല്ലെങ്കിൽ വെള്ളമാക്കിയിട്ടോ എങ്ങനെയാണെങ്കിലും രണ്ടുപേരും കുടിക്കുക. ഭർത്താവ് മാത്രമല്ല ഭാര്യയ്ക്കും കൊടുക്കുക, ഭാര്യ മാത്രമല്ല ഭർത്താവും കുടിക്കുക. അങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് രണ്ടുപേരുടെയും സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. ഇത് മക്കൾക്കും ചെയ്യാം. ചില മക്കൾ മോശം സ്വഭാവമാണ്, പഠിക്കുന്നില്ല, വഴക്കാണെന്നൊക്കെ പറയൂലേ, അപ്പോൾ അവർക്കും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്നാമത്തെ കാര്യം. ഇനി ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ മക്കൾക്കിടയിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ മക്കൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ മൂത്തവനും ഇളയവനും തമ്മിൽ ഭയങ്കര വഴക്കാണ്, അല്ലെങ്കിൽ മൂത്ത പെൺകുട്ടിയും ഇളയ പെൺകുട്ടിയും അങ്ങനെ മക്കൾ തമ്മിൽ ഭയങ്കര പ്രശ്നം, ഭയങ്കര വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂണ് പഞ്ചസാര എടുക്കുക. ആ പഞ്ചസാര എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു ആത്മീയമായ മരുന്നാണ് പറയാൻ പോകുന്നത്. യാ റഹ്മാനു യാ അല്ലാ എന്ന ഇസ്മ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ എന്ന ഇസ്മ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഉള്ള സമയം, അതായത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈം മുതൽ ഏകദേശം ഉദിച്ച് ലുഹായുടെ സമയമാകും, 1 മണിക്കൂറാണ്. 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം രാവിലെ. ആ ഒരു ടൈമിൽ യാ റഹ്മാനു യാ അല്ലാ എന്ന ഇസ്മ 298 പ്രാവശ്യം യാ റഹ്മാനു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലി അത് ആ പഞ്ചസാരയിലേക്ക് മന്ത്രിച്ച് ഭർത്താവിന്, ഭാര്യക്ക് അല്ലെങ്കിൽ മക്കൾക്ക്, സ്വഭാവം ആരുടെയാണോ നന്നാവേണ്ടത്, ആർക്കാണോ ഇഷ്ടമുണ്ടാവേണ്ടത് അവർക്ക് നമ്മൾ കൊടുക്കുക. അത് ചായയാക്കി കൊടുക്കാം, അതല്ലാതെ മറ്റ് ഭക്ഷണത്തിലൊക്കെ കലക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൊള്ളതാണ്, ചുമ്മാ ഓരോന്നൊക്കെ ആയിട്ട് വരും എന്നൊന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട. കാരണം ഇത് മുജറബാത്തു ദൈറബി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. മഹാനായ ഇമാം ദൈറബി തങ്ങളുടെ കിതാബാണ്, അഹ്മദ് ദൈറബി തങ്ങളുടെ കിതാബാണ്. ഒരുപാട് ആത്മീയമായ മരുന്നുകൾ പറയുന്ന, ആത്മീയമായ ചികിത്സ പറയുന്ന ഒരു കിതാബാണ്. അതിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റും. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേത്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം പറയണം. 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറഞ്ഞിട്ട് അതിൽ മന്ത്രിച്ച് അങ്ങനെ തുടർച്ചയായി 11 ദിവസം മന്ത്രിച്ച വെള്ളം ആരുടെ സ്വഭാവം, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ, രണ്ടുപേരും കുടിക്കുക. അത് മക്കൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. എങ്കിൽ അവർക്കിടയിൽ സ്നേഹമുണ്ടാകും, അവർക്കിടയിൽ നല്ല സംസാരമുണ്ടാകും. മക്കളാണെങ്കിൽ മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവമൊക്കെ മാറി നല്ല സ്വഭാവം ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 4 കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, 5-മത്തൊരു കാര്യം, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജൽജലൂത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. മഹാനായ അലിയാർ തങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ രചിച്ച ഒരു കവിതയാണ്, ഒരു കാവ്യമാണ് ജൽജലൂത്ത് എന്ന് പറയുന്ന ഒരു ബൈത്ത്. ജൽജലൂത്ത് അതിൽപ്പെട്ട ഒരു വരിയാണ് ഈ 2 വരി ബൈത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓതിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട്, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവിനോട് സ്നേഹമുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയോട് സ്നേഹമുണ്ടാവണം, അല്ലെങ്കിൽ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടാവണം, നമുക്ക് മക്കളോട് സ്നേഹമുണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യുക? ഈ ജൽജലൂത്ത് എന്ന് പറയുന്ന ആ കാവ്യശകലത്തിന്റെ 2 വരി, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആ 2 വരി അതിന്റെ അർത്ഥം എന്താന്ന് പറയാം. ആ 2 വരി നമ്മൾ 11 പ്രാവശ്യം പറഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കൈകളിൽ മന്ത്രിക്കുക. എന്നിട്ട് നമ്മുടെ മുഖത്തും ശരീരത്തും തടവുക. ഇനി നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്നേഹമുണ്ടാവാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഈ ജൽജലൂത്ത് ബൈത്ത് 11 പ്രാവശ്യം പറഞ്ഞ് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മളത് കൊടുക്കണം, അവരെ കൊണ്ട് കുടിപ്പിക്കണം. അത് നേരിട്ട് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ കുടിക്കുന്നില്ല. അപ്പോൾ അത് അവർ കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ ഒക്കെ ആ വെള്ളം കലർത്തിയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണ് ആ ഒരു ബൈത്ത്? ഏതാണ്? അലയ്യ ലിയാ ഉമ്മിം ബവാരിഖി നൂരിഹി വലാഹ അലാ വജ്ഹി ലിയാ ഫഅബ്റകത്. 2 വരി ബൈത്താൻ. ഒന്ന് പതിയെ ഞാൻ പറയാം, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നവർക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വായിച്ചു നോക്കാം. അലയ്യ ലിയാ ഉമ്മിൻ ബവാരിഖി നൂരിഹി, അലയ്യ ലിയാഉൻ മിൻ ബവാരിഖി നൂരിഹി വലാഹ അലാ വജ്ഹി ലിയാഉൻ ഫഅബ്റഖത്. ഇതാണ് ആ ബൈത്ത്. ഈ ബൈത്ത് 11 പ്രാവശ്യം, ചില കിതാബുകളിൽ 41 എന്നും കാണാം. എത്രയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ട്
നമ്മൾ തന്നെ നമ്മുടെ കൈകളിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ മുഖത്തും ശരീരത്തും നമുക്ക് തന്നെ ഒരു മുഖത്തിന് പ്രകാശം ഉണ്ടാകുമെന്നാണ്. ഈ പെണ്ണ് കാണാൻ പോവില്ലേ, പെണ്ണ് കാണാൻ പോകുന്ന ചെറുക്കന്മാർ അല്ലെങ്കിൽ ചെറുക്കൻ കാണാൻ വേണ്ടി വരുമ്പോൾ പെണ്ണ് അവരെന്ത് ചെയ്യുക, ഈ ബൈത്ത് ഓതിയിട്ട് 11 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ഓതിയിട്ട് കൈകളിൽ മന്ത്രിച്ചിട്ട് മുഖത്തും ശരീരത്തൊക്കെ തടവിയാൽ ഒരു മുഖകാന്തി ഉണ്ടാകും. ആരാണോ കാണാൻ വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ബൈത്തിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവേ, നിന്റെ തേജസ്സിന്റെ മിന്നൽ പിണരുകൾ കാരണം എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് പ്രകാശപൂരിതമാകട്ടെ, എൻ്റെ മുഖം ആ പ്രഭയാൽ മിന്നിത്തിളങ്ങട്ടെ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ബൈത്ത് നമ്മൾ പഠിച്ചു വെക്കുക. ഈ ഒരുപാട് പെണ്ണ് കാണാൻ പോയി അല്ലെങ്കിൽ ഒരുപാട് ചെറുക്കൻ കാണാൻ വേണ്ടി വന്നു എന്നിട്ടും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാരികൾ ഉണ്ടാകാം. അപ്പം അവർക്കും ഈ ബൈത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. ആ ബൈത്ത് ഇനി ആരെങ്കിലും ചെറുക്കൻ കാണാൻ വേണ്ടി വരുന്നു, പെണ്ണ് കാണാൻ വേണ്ടി വരുന്നുവെങ്കിൽ ഈ ബൈത്ത് 41 പ്രാവശ്യമോ 11 പ്രാവശ്യമോ 7 പ്രാവശ്യത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ 41 അത് പറഞ്ഞാൽ ഏറ്റവും ഹൈറാൻ. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മുടെ മുഖത്തിങ്ങനെ ഇഷ്വി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് മന്ത്രിച്ച് മുഖത്തിങ്ങനെ തടവിയാൽ മുഖകാന്തി ഉണ്ടാകും, നമ്മളെ കാണാൻ വരുന്നവർക്ക് അത് ഇഷ്ടപ്പെടും എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ ഒരു 5 ടിപ്സ് ഞാൻ കുടുംബജീവിതത്തിൽ ഖൈറുണ്ടാവാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ആരെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും എല്ലാവിധത്തിലുള്ള ശാന്തിയും പിണക്കങ്ങളെ തൊട്ടുള്ള കാവലും ഇണക്കവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. അള്ളാഹു എല്ലാവർക്കും ഖൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.